സഖാവ് പിണറായി വിജയൻ നയിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്ര പരാജയമാണ് കൈവരിച്ചിരിക്കുന്നത്. 1979 നമ്മൾ ഇന്ന് കാണുന്ന ഇടതു മുന്നണി നിലവിൽ വന്നത്. CPI, CPM, RSP, അന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ കോൺഗ്രസ്സിലെ ആൻ്റണി വിഭാഗം ഉണ്ടായിരുന്നു, വിമത ലീഗ് ഉണ്ടായിരുന്നു. പിന്നീട് അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു. RSP ഐക്യമുന്നണിയിലേക്ക് പോയി, വിമത ലീഗ് യൂണിയൻ ലീഗിൽ ലയിച്ചു. കേരള കോൺഗ്രസ്സിലെ ജോസഫ് ഗ്രൂപ്പ് ഇങ്ങോട്ട് വന്നു, പിന്നെ അങ്ങോട്ട് പോയി. മാണി ഗ്രൂപ്പ് ഇങ്ങോട്ട് വന്നു. അങ്ങനെയുള്ള ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും അടിസ്ഥാനപരമായിട്ട് CPM നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്ര വലിയൊരു പരാജയം ഇതിനു മുമ്പ് ഒരിക്കലും നേരിട്ടിട്ടില്ല. 2001 ഇതിനു മുമ്പ് ഗംഭീര പരാജയം ഉണ്ടായത്. അന്ന് പോലും 40 സീറ്റ് ജയിക്കാൻ പറ്റി. ഈ തവണ അതുപോലും കിട്ടിയിട്ടില്ല. എന്ന് മാത്രമല്ല, 36 സീറ്റ് തികച്ചാലേ രാജ്യസഭയിലേക്ക് ഒരാളെ അയക്കാൻ പറ്റും. അതുപോലും സംശയാസ്പദമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ പരാജയത്തിൽ CPMന് തിരിച്ചടിയുണ്ടായി, CPIക്ക് തിരിച്ചടിയുണ്ടായി, NCPക്ക് വമ്പിച്ച തിരിച്ചടിയുണ്ടായി, കോൺഗ്രസ് എസിന് ആകെ ഉണ്ടായിരുന്ന ഒരാൾ നഷ്ടപ്പെട്ടു. പക്ഷേ ഏറ്റവും വലിയ പരാജയം ഉണ്ടായിട്ടുള്ളത്, പരാജയത്തിലെ പരാജയം എന്ന് പറയുന്നത് നമ്മുടെ ജോസ് കെ മാണിയുടെ പാർട്ടിക്കാണ്. കേരള കോൺഗ്രസ്, ബ്രാക്കറ്റിലില്ലാത്ത കേരള കോൺഗ്രസ്, അഥവാ മനുഷ്യർക്ക് മനസ്സിലാകാൻ എളുപ്പഭാഷയിൽ പറഞ്ഞാൽ ജോസ് മാണി വിഭാഗം, ജോസ് കെ മാണി ചെയർമാനായിട്ടും പാർട്ടി ലീഡറായിട്ട് പ്രവർത്തിക്കുന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. ഇവർക്കാണ് ഏറ്റവും വലിയ പരാജയം ഉണ്ടായത്. അവർ 12 സീറ്റിൽ മത്സരിച്ചു, 12 സീറ്റ് തോറ്റു. സിറ്റിംഗ് MLA മാർ, മന്ത്രി അടക്കം 5 പേര് പരാജയപ്പെട്ടു. പാർട്ടി ചെയർമാനായ ജോസ് കെ മാണി സാറിൻ്റെ തട്ടകമായ പാലായിൽ വലിയ മത്സരം കാഴ്ചവെച്ചുവെങ്കിലും പരാജയപ്പെട്ടു. BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഷോൺ ജോർജ് കണ്ടമാനം വോട്ട് പിടിക്കും. അങ്ങനെ മാണി സി കാപ്പനെ തോൽപ്പിക്കാൻ പറ്റും. ജോസ് കെ മാണി ജയിച്ച് നിയമസഭയിലെത്തും. മാണി സാറ് പണ്ടിരുന്ന സീറ്റിലിരിക്കും. ഇടതുമുന്നണിക്ക് ഇത്തവണയും ഭൂരിപക്ഷം കിട്ടും. അപ്പോൾ ജോസ് മോൻ ഒരു മന്ത്രിയായിട്ട് കേരള സംസ്ഥാനത്ത് പരിലസിക്കും എന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. മാണി സി കാപ്പൻ്റെ ഭൂരിപക്ഷത്തിൽ കുറവ് സംഭവിച്ചു. പക്ഷേ ജോസ് കെ മാണി പരാജയം ആവർത്തിച്ചു. മാണി സി കാപ്പൻ വീണ്ടും വിജയിച്ചു. ഇത് തന്നെയാണ് റോഷിക്കും സംഭവിച്ചത്. റോഷി കഴിഞ്ഞ 25 കൊല്ലമായിട്ട് പ്രതികരിച്ചുകൊണ്ടിരുന്ന ഇടുക്കി മണ്ഡലത്തിൽ മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ ഞാൻ പോലും വിചാരിച്ചത് അവിടെ റോഷി അഗസ്റ്റിൻ ജയിക്കും, അവസാനം ഒരു അത്ഭുതം എന്ന രീതിയിൽ അദ്ദേഹത്തിന് തന്നെ വിജയിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ഇടുക്കിയിൽ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് റോയ് കെ പൗലോസ് വിജയിച്ചു. കാരണം സംസ്ഥാനത്തെമ്പാടും വലിയ തരംഗമാണ്. വലിയ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസിൻ്റെ മികവാറ് സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുള്ളത്. ജയിക്കാൻ പാടില്ലാത്ത സ്ഥാനാർത്ഥികൾ, ജയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. അങ്ങനെ ഒരു അത്ഭുതമാണ് കാഞ്ഞിരപ്പള്ളിയിൽ സംഭവിച്ചത്. കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്നത് പഴയ വാഴൂർ മണ്ഡലമാണ്. വാഴൂരിൻ്റെ പേര് മാറ്റിയതാണ് കാഞ്ഞിരപ്പള്ളി. അവിടെ പഴയ പ്രൊഫസർ നാരായണക്കുറുപ്പിൻ്റെ തട്ടകമാണ്. നാരായണക്കുറുപ്പിൻ്റെ കാലശേഷം മകൻ ജയരാജാണ് സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ജയരാജനെ കുറിച്ച് ആർക്കും വലിയ ആക്ഷേപമൊന്നുമില്ല. അദ്ദേഹം ഈ കഴിഞ്ഞ സഭയിൽ ചീഫ് വിപ്പായിരുന്നു. ചീഫ് വിപ്പായിരിക്കുന്ന ജയരാജ് കാഞ്ഞിരപ്പള്ളിയിൽ വീണ്ടും മത്സരിച്ചു. അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വന്നിരുന്നെങ്കിൽ പിന്നെ മനസ്സിലാക്കരുത്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരുന്നില്ല. കേൾപ്പോരും കേൾവിയില്ലാത്ത ഒരു സ്ഥാനാർത്ഥി വന്നു. ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും ഈ റോണി കെ ബേബി എന്ന സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. ഇതേ അപകടം തന്നെ ചങ്ങനാശ്ശേരിയിൽ സംഭവിച്ചു. അവിടെ ജോബ് മൈക്കിൾ സാമാന്യം കൊള്ളാവുന്നൊരു MLA ആയിരുന്നു. നാട്ടുകാരുടെ വലിയ മതിപ്പുള്ള ആളാണ്. പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ വിനു ജോബ് എന്ന സ്ഥാനാർത്ഥി വന്നു. ഇവർ തമ്മിൽ സത്യത്തിൽ ഒരു താരതമ്യമില്ലെങ്കിലും വോട്ടെണ്ണി തീർന്നപ്പോൾ വിനു ജോബ് 10,000-ൽ താഴെ ഒരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അപ്പോൾ പിന്നെ പൂഞ്ഞാറിൽ ഇത് തന്നെയല്ല ആവർത്തിക്കൂ. പൂഞ്ഞാറിൽ കഴിഞ്ഞ തവണ മൊത്തം ജിഹാദികളുടെയും വോട്ട് കിട്ടിയത് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനായിരുന്നു. കുളത്തുങ്കൽ ഒരു ചിട്ടി കമ്പനി നടത്തുന്ന ആളാണ്. നാട്ടിൽ വളരെ പോപ്പുലറാണ്. പോപ്പുലർ ഫണ്ടുകാരടക്കമുള്ള ആളുകളുടെ സകല കാര്യങ്ങളും നിവർത്തിച്ചു കൊടുത്ത ആളാണ്. പക്ഷേ ഇത്തവണ എന്ത് പരിഗണിച്ചാൽ പോപ്പുലർ ഫണ്ട് അടക്കമുള്ള ആളുകൾ പിന്തുണച്ചത് ഇദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയാണ്. അവർ സ്പോൺസർ ചെയ്ത സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിൻ്റെ കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ചത്. ഏതാണ്ട് കാഞ്ഞിരപ്പള്ളിയുടെയും ചങ്ങനാശ്ശേരിയുടെയും ഒരു തനിയാവർത്തനമാണ് പൂഞ്ഞാറിൽ സംഭവിച്ചത്. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി MJ സെബാസ്റ്റ്യൻ വിജയിച്ചു, അഥവാ കുളത്തുങ്കൽ പരാജയപ്പെട്ടു. അപ്പോൾ ഇത്ര പേര് പരാജയപ്പെട്ട പിന്നെ വേറെ മാർഗമില്ലല്ലോ. റാന്നിയിലും അത് തന്നെ ആവർത്തിച്ചു. റാന്നിയിൽ
പഴകുളം മധു എന്ന് പറഞ്ഞ ലഗ്നാലോ ചന്ദ്രാലോ ജയിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത ഒരാളായിരുന്നു കെ സി വേണുഗോപാലിൻ്റെ ഒരു കൈമണിയായിട്ട് അവതരിച്ചത്. പക്ഷേ ഈ തരംഗത്തിൻ്റെ ശക്തിയിൽ പഴകുളം മധുവും വിജയിച്ചു. അങ്ങനെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാ സീറ്റും നഷ്ടപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ പിന്നെ സിറ്റിംഗ് അല്ലാത്ത സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് പാലയായിരുന്നു, പിന്നെ പെരുമ്പാവൂരായിരുന്നു. അത് പോയി. അത് ജയിക്കുന്ന പ്രശ്നമില്ല. 25,000 കൂടിയ ഭൂരിപക്ഷത്തിലാണ് മനോജ് മൂത്താടൻ ജയിച്ചത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ട് കടമെടുത്ത സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിൽ നിന്ന് ഒരാളെ കടമെടുത്തിട്ടാണ് അവിടെ മത്സരിപ്പിച്ചത്. അദ്ദേഹവും പരാജയപ്പെട്ടു. അതുപോലെ പിറവത്ത് ചരിത്ര ഭൂരിപക്ഷത്തിലൂടെയാണ് അനൂപ് ജേക്കബ് വീണ്ടും ജയിച്ചിട്ടുള്ളത്. മാണി ഗ്രൂപ്പ് ഇതുപോലെ കോൺഗ്രസിൽ നിന്ന് കാല് മാറ്റിയെടുത്ത ഒരാളായിരുന്നു അവിടെ സ്ഥാനാർത്ഥി. ഇതൊക്കെ പേയ്മെൻറ്റ് സീറ്റാണെന്ന് ശത്രുക്കൾ പറയുന്നുണ്ട്. ചാലക്കുടിയിലും ഏതാണ്ട് അത് തന്നെ സംഭവിച്ചു. അവിടെ മറ്റൊരു കോൺഗ്രസ്സുകാരനെ മാണി ഗ്രൂപ്പാക്കി മാനസാന്തരപ്പെടുത്തി മത്സരിപ്പിച്ചു. അദ്ദേഹവും ഡീസൻ്റായിട്ട് തോറ്റു. ചുരുക്കി പറഞ്ഞാൽ 12 സീറ്റിൽ മത്സരിച്ച് 12 തോറ്റ് ഒരു റെക്കോർഡ് സ്ഥാപിക്കുന്ന നിലയിലേക്ക് മാണി സാറിൻ്റെ മകൻ്റെ പാർട്ടി എത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ ഓർമ്മിക്കുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഞങ്ങളുടെ നാട്ടുകാരനായിരുന്ന ഡോക്ടർ ബാബു പോളിനെയാണ്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു വചനം വളരെ പ്രസക്തമാണ്. ഈ മാണി സാറിൻ്റെ കാലശേഷം കേരള കോൺഗ്രസ് പാർട്ടി നാമാവിശേഷമാകും എന്നാണ്. അതിപ്പോൾ സത്യമായി ഭവിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മറ്റേ പാർട്ടിയില്ലേ ജോസഫിൻ്റെ പാർട്ടി എന്ന് ചോദിക്കും. ജോസഫിൻ്റെ പാർട്ടിയുടെ 2 പേരും ജയിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. 2 പേരല്ല, 7 പേര് ജയിച്ചു. പക്ഷേ ജയിച്ചവരുടെ സ്ഥിതി എന്താ വെച്ചാൽ ഇവരൊക്കെ ജയിച്ചിട്ടുള്ളത് അപ്പു ജോൺ ജോസഫും അതുപോലെ മോൻസും ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ജയിച്ചിട്ടുള്ളത് കോൺഗ്രസിൻ്റെ കോട്ടകളിലാണ്. കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ട് ജയിച്ചതാണ്. അങ്ങനെ ജയിച്ചവരാണ് തോമസ് ഉണ്ണിയാടൻ അടക്കമുള്ള തിരുവല്ലയിലെ സ്ഥാനാർത്ഥി അടക്കം ഉള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ വിജയശ്രീ ലാളിതനായിട്ടുള്ള സ്ഥാനാർത്ഥി. സത്യം പറഞ്ഞാൽ കേരള കോൺഗ്രസ് സ്ഥാനം ഇപ്പം ഇല്ലാണ്ടായി. ഉപ്പുവെച്ച കാലം പോലെ. മാണി ഗ്രൂപ്പാണ് 10 ആളുള്ള പാർട്ടി. ആ പാർട്ടി നാമാവിശേഷമായി. പിള്ള ഗ്രൂപ്പാണെങ്കിൽ വമ്പിച്ച പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. പിന്നെ ജേക്കബ് ഗ്രൂപ്പ് എന്ന് പറയാനൊന്നുമില്ല. അത് പിറവം മുനിസിപ്പാലിറ്റിയിലും തിരുമാറാടി പഞ്ചായത്തിലും മാത്രമുള്ളൊരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അനൂപ് ജേക്കബ് ഒരു മാന്യനായതുകൊണ്ടും മര്യാദക്കാരനായതുകൊണ്ടും പൊതുവെ ആളുകൾക്ക് ഇഷ്ടമുള്ള ആളായതുകൊണ്ടും അദ്ദേഹം വീണ്ടും ജയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ കഥ കഴിഞ്ഞ പണി തീർന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കടന്നു പോയിട്ടുള്ളത്. ഏതായാലും ജോസ് മോൻ്റെ പാർട്ടിക്ക് ആദരാഞ്ജലികൾ നേരുന്നു. പരാജയം തോൽവിയുടെ മുന്നോടിയാണ് എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയും ചെയ്തു.